ദൈവം സംസാരിക്കുകയാണ്, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. കണ്ടോ? അപ്പം നമുക്ക് വിചാരങ്ങളുണ്ട്, നമുക്ക് വഴികളുണ്ട്. നമുക്ക് വിചാരങ്ങളും നമുക്ക് വഴികളുമുണ്ട്. ദൈവത്തിനും വിചാരവും ദൈവത്തിനും വഴിയുണ്ട്. അത് തമ്മിലൊക്കത്തില്ലെന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ വഴി ഉന്നതമാണ്, ദൈവത്തിൻ്റെ വിചാരങ്ങൾ കുറച്ചും കൂടി ശ്രേഷ്ഠമാണെന്നല്ല, നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയത്തില്ല. നമ്മുടെ മാനുഷികമായ ശക്തി കൊണ്ട്, അറിവ് കൊണ്ട് അതിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ എങ്ങനെ നമുക്കതിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും? ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ വിശുദ്ധി, ദൈവം ആഗ്രഹിക്കുന്ന ആ നീതിയോടുകൂടി നമുക്ക് ജീവിക്കാൻ എങ്ങനെ സാധിക്കും? കൃപയാൽ. കൃപയാൽ അല്ലാതെ നമുക്കങ്ങോട്ട് സാധിക്കത്തില്ല. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് ഒരിക്കലും നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന അഥവാ ബൈബിളിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ജീവിതം ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അതിന് കൃപ ആവശ്യമാണ്. ആ കൃപ നമ്മൾ പ്രാപിക്കേണ്ടതിന് ഓരോ ദിവസവും എന്നവണ്ണം നമ്മൾ ദൈവസന്നിധിയോട് അടുത്തു ചെല്ലണം. എബ്രായ ലേഖനം 4:16 അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക എന്നെഴുതിയിരിക്കുകയാണ്. ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് നിനക്ക് വരാം. ഈ അഖിലാണ്ടത്തിൻ്റെ ഉടമസ്ഥനായ സർവശക്തനായ സകലത്തിൻ്റെയും ഭരണാധികാരിയായിരിക്കുന്ന ദൈവം ഇരിക്കുന്ന സിംഹാസനമെന്ന് കരുതിക്കൊള്ളൂ. കൃപാസനം അങ്ങോട്ട് നമുക്ക് വരുവാൻ, ഈ പ്രപഞ്ചത്തെ ഭരിക്കുവാൻ, ഈ പ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ ദൈവം ഇരിക്കുന്ന അഥവാ മഹത്വസമ്പൂർണനായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു ഇരിക്കുന്ന ആ കൃപാസനത്തിനടുത്തേക്ക് നിനക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കും.